ശ്രീ മഹാദേവീ നമ. നമസ്കാരം. ദേവീനാരായണീയം 34-ാം ദശകം വർണ്ണിക്കുകയാണ്. കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു വന്ന ഗൗതമ വൃത്താന്തം അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുക. സർവാസിഭിർ ഗൗതമകീർത്തിരുച്ചൈർഗീതാസഭാസു സുദശൈ സദേതി ആകർണ്യദേവർഷിമുഖാത് കൃതഘ്നാ ദ്വിജാ ബഭൂവു കില ശീർഷ്യചിത്ത. ഗൗതമ മഹർഷിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്ന് ആ ആശ്രമത്തിൽ വസിക്കുന്ന എല്ലാവർക്കും മനഃശുദ്ധി ഉണ്ടായി എന്ന് പറഞ്ഞു മുൻപ്. എന്നാൽ അവിടെ എത്തിച്ചേർന്ന ചിലർക്ക്, മഹർഷിമാരായിട്ടുള്ളവർ, ബ്രാഹ്മണരായിട്ടുള്ളവർ, അവർക്ക് മനഃശുദ്ധി ഉണ്ടായില്ല. ആ ഗൗതമൻ്റെ കീർത്തി സ്വർഗത്തിൽ പോലും എത്തിക്കഴിഞ്ഞു എന്നൊക്കെ നാരദ മഹർഷിയിൽ നിന്ന് കേൾക്കുന്ന ആ ബ്രാഹ്മണരുടെ മനസ്സിൽ ഗൗതമനോടുള്ള അസൂയ വളരുകയാണ്. ഇത്രയും കാലം ഞങ്ങൾ ജീവിച്ചത് ആ ഗൗതമ മഹർഷിയുടെ സഹായം കൊണ്ടാണ് എന്നുപോലും മറന്ന് കൃതജ്ഞത ഇല്ലാത്തവരായി തീർന്നു. ആപത്ത് സമയത്ത് നമുക്ക് ചെയ്തു തന്ന സഹായം, നമുക്ക് ചെയ്തു തന്നതായ ഉപകാരം മറക്കുന്നവർ, അവരെയാണല്ലോ കൃതജ്ഞന്മാർ എന്ന് പറയുക. ഈ മഹർഷിമാർക്ക്, മറ്റു ബ്രാഹ്മണർക്ക് ഗൗതമന്റെ നേർക്ക് അസൂയ ഉണ്ടാവുകയും അന്യന്റെ ഐശ്വര്യത്തിൽ, അഭിവൃദ്ധിയിലുണ്ടാവുന്ന അസഹിഷ്ണുത, അതാണ് ഈർഷ്യയായിട്ട്, അസൂയയായിട്ട് മാറുക. അങ്ങനെ അവരുടെ ആ ഒരു അസൂയ വളർന്ന് ഏതു വിധേനയും ഗൗതമന് വന്നു ചേർന്നിട്ടുള്ള, ഗൗതമനുണ്ടായ ആ ഒരു യശസ്, കീർത്തിക്ക് എങ്ങനെയും ഭംഗം വരുത്തണമെന്ന ഒരു ആലോചന. അതിനായിട്ട് അവരെല്ലാവരും ഒത്തുചേർന്ന് ഒരു ഉപായം കണ്ടെത്തുകയാണ്. തൈർമായയാ സന്നമൃതികൃതാ ഗൗ സാ പ്രേഷിതാ ഗൗതമ ഹോമശാലാം അകാന്മുനേർ ജുഹ്വത ഏവ വഹ്നൗ ഹുങ്കാരമാത്രേണ പപാദചോർവ്യാം. അവര് ഒരു മായ കൊണ്ട് നിർമ്മിക്കുന്ന ആസന്നമൃത്യുവായിട്ടുള്ള, എപ്പോൾ വേണമെങ്കിലും താഴെ വീണ് മരിക്കാം, അങ്ങനെ ഒരു പശുവിനെ കൃത്രിമമായി സൃഷ്ടിച്ചു. ശിവപുരാണത്തിൽ ഈ കഥ പറയുമ്പോൾ ഗണേശനെ ഭജനം ചെയ്ത്, ഗണപതി ഉപാസന ചെയ്തവർ നേടിയെന്നാണ്. അവിടെ ഗണപതി പോലും, ഗണേശൻ പോലും അവരെ ഉപദേശിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ചെയ്യുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് തെറ്റായ രീതിയിലാണ്, നിങ്ങളുടെ ഈ ഒരു ചിന്ത തെറ്റാണ്. ആപത്ത് സമയത്ത് സഹായിച്ച ഒരാളെ തിരിച്ച് ദ്രോഹിക്കണമെന്ന ചിന്ത പാപമാണ് എന്നൊക്കെ അവരെ ഉപദേശിച്ച് അങ്ങനെ അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാം ശിവപുരാണത്തിലൊക്കെ. എന്തായാലും ഇവിടെ പറഞ്ഞു, ആ ഗൗതമന്റെ യശസ്സിന് കളങ്കം വരുത്താൻ വേണ്ടിയിട്ടാണ് മഹർഷിമാരെല്ലാവരും ചേർന്ന് മായ കൊണ്ടൊരു പശുവിനെ നിർമ്മിച്ചു. ചവാലി പശുവിനെ ഗൗതമൻ ഹോമം ചെയ്തുകൊണ്ടിരിക്കെ ആ ഹോമശാലയിലേക്ക് തള്ളിവിടുകയാണ്. അത് തളർന്ന് വിശന്നു വലഞ്ഞ് ഭക്ഷണം കഴിക്കാനുള്ള ആർത്തിയോടുകൂടി യാഗശാലയിൽ അവിടെ വെച്ചിരിക്കുന്ന ഹവിസൊക്കെ ഭക്ഷിക്കാൻ ആരംഭിക്കുകയാണ്. ഇത് കണ്ട് ഗൗതമൻ ഒരു ദർഭ കൊണ്ട് അതിനെ പതുക്കെ പുറത്ത് തട്ടി അതിനെ പുറത്തേക്ക് ആക്കാൻ ശ്രമിച്ചു. ഇവിടെ പറഞ്ഞു ഹുങ്കാരമാത്രേണ, ഒരു ഹുങ്കാര ശബ്ദം, അതിനെ ഒന്ന് പുറത്തേക്ക് ഇറക്കി വിടാൻ വേണ്ടിയിട്ടൊരു ശബ്ദം പുറപ്പെടുവിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷെ അതോടുകൂടി ആ കൃത്രിമ പശു, ആ മായാ നിർമ്മിതമായിട്ടുള്ള പശു
താഴെ വീണു. ഇതിൻ്റെ കഥ കഴിഞ്ഞു. ഹതാഹതാ ഗൗരിഹ ഗൗതമേനേത്യുച്ചൈർദ്വിജ പ്രോച്യ മുനിം നിനിന്ദു സചേദ്ധകോപ പ്രളയാനലാഭസ്താൻ രക്തനേത്ര പ്രശപന്നുവാച. ഗൗതമൻ ഗോഹത്യ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്, ഗോഹത്യ ചെയ്തു, പശുവിനെ കൊന്നു എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അവർ ഗൗതമനെ നിന്ദിക്കാൻ തുടങ്ങിയത്. അപ്പം അദ്ദേഹത്തിനും പെട്ടെന്ന് കാര്യം മനസ്സിലായില്ല. എന്നാൽ താനൊരു ദർഭാഗ്രം കൊണ്ട് ആ ഗോവിനെ സ്പർശിച്ചത്, അല്ലെങ്കിൽ ഒരു ഹുങ്കാര ശബ്ദം പുറപ്പെടുവിക്കുമ്പോഴേക്കും താഴെ വീണൊരു പശുവിൻ്റെ കഥ കഴിയുക എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കാനിടയില്ല. അപ്പോൾ പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചത്? അദ്ദേഹത്തിന് കാര്യമെല്ലാം മനസ്സിലായി. തന്നെ വഞ്ചിക്കുകയാണ് ചെയ്തത്, തന്നെ ചതിയിൽപ്പെടുത്തുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വല്ലാതെ കോപിക്കുകയാണ് അദ്ദേഹം. ആ കോപത്തോടുകൂടി അദ്ദേഹം പറയാൻ തുടങ്ങി. പ്രതേഷു യജ്ഞേഷു നിവൃത്തിശാസ്ത്രേഷ്വപി ദ്വിജാവോ വിമുഖസ്ത്വമസ്തു നിഷിദ്ധകർമാചരണേ യഥാസ്ത സ്ത്രിയ പ്രജാ ഓപി തഥാ ഭവന്തു. ദേവീഭാഗവതത്തിൽ ഈ ഗൗതമ ശാപം, ഗൗതമൻ ഈ മഹർഷിമാരെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിനെ ആശ്രയിച്ച് ഗൗതമൻ്റെ സഹായം കൊണ്ട് ഇത്രയും കാലം ജീവിച്ച അവർ തന്നെ ദ്രോഹിക്കാൻ വേണ്ടി പണിയെടുക്കുന്നുവെന്ന് കണ്ട് സങ്കടവും കോപം കൊണ്ടുമാണ് ഗൗതമൻ ശപിക്കുന്നത്. ആ ഗൗതമ ശാപം വളരെയധികം ശ്ലോകങ്ങളെ കൊണ്ട് ദേവീഭാഗവതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ എന്താണ് അദ്ദേഹം പറഞ്ഞത്? രൂക്ഷമായ വാക്കുകൾ കൊണ്ട് അദ്ദേഹം ശപിക്കുന്നു എന്നാണ്. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക, അരുതാത്തതിനെ ചെയ്യുക, ഇത് രണ്ടും നിങ്ങൾക്ക് സംഭവിക്കട്ടെ. ഈ ഗൗതമശാപം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർക്ക് മാത്രമല്ല, വിപ്രകുലത്തിന് മുഴുവൻ വന്നു ചേർന്നു എന്നാണ് പറയുക. ലൗകികമായ ബന്ധങ്ങളിൽ നിന്ന് എങ്ങനെ നിവൃത്തി തേടാം എന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രം അത് നിവൃത്തിശാസ്ത്രമാണ്. ഈ ഗൗതമ ശാപം ആ ബ്രാഹ്മണരുടെ പരമ്പരകളെ കൂടി, സന്തതി പരമ്പരകളെ കൂടി ബാധിക്കുന്നു. അവരിലേക്കും കൂടി അത് നീണ്ടുപോകുകയാണ്. സത്സംഗമോ മാസ്തു ജഗജ്ജനന്യ കഥാമൃതേവോ നരതി ഖലു സ്യാത് പാഷണ്ഡകാപാലികവൃത്തിപാപൈ പീഡാ ഭവേദ്വോ നരകേഷു നിത്യം. പാഷണ്ഡവൃത്തി, കാപാലികവൃത്തി, ഇങ്ങനെയുള്ള പ്രവൃത്തികളെ കൊണ്ട് പാഷണ്ഡന്മാരെ പോലെയും കാപാലികന്മാരെ പോലെയൊക്കെ പെരുമാറുകയും അതിൻ്റെ പാപം ബാധിക്കാൻ ഇടവരും. നിങ്ങൾക്ക് അതിൻ്റെ നരകപീഡ അനുഭവിക്കേണ്ടി വരും. നിവൃത്തി ശാസ്ത്രം അതിനെ അഭ്യസിക്കാതിരുന്നാൽ കൂടി സത്സംഗം സാധിച്ച ഒരുവന് ഈ സംസാരക്ലേശങ്ങളിൽ നിന്ന് കരകയറാൻ പറ്റും. എന്നാൽ ഗൗതമശാപം കൊണ്ട് ബ്രാഹ്മണർക്ക് അതും പറ്റാതെയായി. സത്സംഗത്തിൽ അവർക്ക് താല്പര്യമില്ലാതെയാവുന്നു. താരതമ്യേന അങ്ങനെയുള്ളവർക്ക് കർമ്മങ്ങളിലോ മറ്റു വിഷയങ്ങളിലോ ആയിരിക്കും അധികവും താല്പര്യം. അത് തുടർച്ച എന്ന വണ്ണം ഇന്ന് കലിയുഗത്തിലും നമുക്ക് കാണാൻ കഴിയും എന്നാണ് പറയുക. സത്സംഗത്തിൽ താല്പര്യപ്പെട്ടുകൊണ്ട് കഥ കേട്ടും അങ്ങനെ ആ ഭക്തി ഉപാസനയെ ചെയ്യുന്നവരും താരതമ്യേന കുറവായിരിക്കും. ഗായത്രി ഉപാസന ചെയ്യാൻ വിമുഖന്മാരായിട്ടിരിക്കും ബ്രാഹ്മണർ എന്നൊക്കെ കാണാൻ കഴിയും. ഉക്തൈവമാജ്യോ മുനിരേത്യ ഗായത്ര്യാഖ്യാം കൃപാർദ്രാം ഭവതിം നാമ ത്വമാബ്ധ ദുഗ്ധം ഭുജഗായ ദത്തം ദാതു
സദാനർത്ഥതമേവ വിദ്ധി. ഇങ്ങനെ രൂക്ഷമായി മഹർഷിമാരെ മുനിമാരെ ശപിച്ച ശേഷം ഗൗതമൻ ഗായത്രി ദേവിയുടെ മുൻപിൽ നമസ്കരിച്ചു. തൻ്റെ കോപം കൊണ്ട് തൻ്റെ തപസ്സാണ് ചോർന്നു പോകുന്നത്, അത് അദ്ദേഹത്തിന് ബോധ്യമായി. പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞു, ശാപവാക്കുകൾ പറഞ്ഞു. ആ ഗായത്രി ദേവിയുടെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ആ ഗൗതമൻ തനിക്ക് അബദ്ധം പറ്റിയല്ലോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ക്ഷമായാചനം ചെയ്ത് സ്തുതിക്കുന്നത്. ദേവി ഗൗതമനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ദുഗ്ധം ഭുജകായ ദത്തം, പാമ്പിന് കൊടുത്ത പാൽ എന്നതുപോലെ. പാമ്പിന് പാല് കൊടുത്താൽ അത് ഒരുപക്ഷെ ആ പാല് കൊടുത്തവന്റെ തന്നെ കയ്യിൽ കൊത്തിയെന്ന് വരാം. അതേപോലെയാണ് ഇവിടെയും സംഭവിച്ചത്. സത്യേദൃശീ കർമ്മഗതിർമഹർഷേ ശാന്തിം ഭജസ്വം തവ ഏവ രക്ഷ മാ ഗുപ്യതാവേവ വൃഷിർനിശമ്യ മഹാനുതാപാർദ്രമനാ ബഭൂവ. അല്ലയോ ഗൗതമ മഹർഷി, അങ്ങ് ഇവർക്ക് വേണ്ടതെല്ലാം ഒരുക്കിക്കൊടുത്ത ആളാണ്. പക്ഷെ അവരിൽ നിന്ന് അങ്ങേക്ക് നിന്ദയാണ് പകരമായിട്ട് കിട്ടിയത്. ഇതെന്തുകൊണ്ടാണ്? കർമ്മഗതി എന്നേ ഇതിനെ പറയാൻ കഴിയൂ. കർമ്മഗതി ഗഹനമാണ്. കർമ്മവും അതിൻ്റെ ഫലവും, കർമ്മഫലമായിട്ടുണ്ടാവുന്ന സുഖദുഃഖങ്ങളും കർമ്മങ്ങളുമെല്ലാം ഒരു പ്രവാഹം പോലെയാണ്. ഇപ്പോൾ അനുഭവിക്കുന്ന സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അതിന് കാരണമായിട്ടുള്ള കർമ്മം ഏതാണ്, എപ്പോൾ ചെയ്തിട്ടുള്ളതാണ് എന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയില്ല. എളുപ്പത്തിൽ കണ്ടുപിടിക്കുക സാധ്യമല്ല. ഇപ്പോൾ നാം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അനുകൂലമായ ഒരു കാലം വരുമ്പോൾ മാത്രമേ അത് നമുക്ക് വന്നു ചേരൂ. ആർക്കാണെങ്കിലും ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റൂ. ദുഃഖം ഒഴിവാക്കുവാൻ നാം എന്ത് ചെയ്യണം? ദുഷ്കർമ്മം ചെയ്യാതിരിക്കുക. ഗൗതമ മഹർഷിക്കാവട്ടെ ആ കർമ്മഗതിയുടെ ആഴം, അതിൻ്റെ ഗഹനത നന്നായി അറിയുന്ന ആളാണ്. പക്ഷേ കോപം വന്ന സമയത്ത് ജ്ഞാനം മങ്ങിപ്പോവുകയാണ് ചെയ്തത്. ദേവി അതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ആ മഹർഷിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അന്തർധാനം ചെയ്തു. ഗൗതമനാവട്ടെ പശ്ചാത്താപത്തോടുകൂടി വീണ്ടും ദേവീഭജനം തുടരുകയാണ്. ശബ്ദാദ്വിജാ വിസ്മൃതമേതമന്ത്ര ലബ്ധ്വാ വിവേകം മിളിതാമുനിം തം പ്രാപ്താ പ്രസീദേതി മുഹുർവദന്തോ നത്വാ പ്രപാനം പ്രമുഖാ അതിഷ്ഠൻ. ഗൗതമശാപം വന്നു ചേർന്നതോടുകൂടി ഈ ബ്രാഹ്മണർക്ക് വേദമന്ത്രങ്ങളെല്ലാം, അതുവരെ അവർ പഠിച്ചതായിട്ടുള്ള മന്ത്രങ്ങളെല്ലാം അവർ മറന്നു പോവുകയാണ്. അതിൻ്റെ കാരണവും അവർക്ക് ബോധ്യമായി. മഹാതപസ്വിയായിട്ടുള്ള ഗൗതമ ശാപം കൊണ്ടാണ്. നമുക്ക് ആപൽഘട്ടത്തിൽ നമ്മളെ സഹായിച്ച, ഗൗതമനെ ആശ്രയിച്ച, നമുക്ക് സഹായം ചെയ്ത ആ മഹാത്മാവിനെ നിന്ദിച്ചുവല്ലോ. അങ്ങനെ വളരെയധികം വേദന തോന്നി അവർക്ക്. അവർ പശ്ചാത്തപിച്ചു. അവർക്ക് നഷ്ടപ്പെട്ടതായ വിവേകം തിരിച്ചു ലഭിച്ചു, തിരികെ കിട്ടിക്കഴിഞ്ഞു. എല്ലാവരും ഗൗതമ മഹർഷിയുടെ മുന്നിൽ ചെന്ന് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കണം, അങ്ങ് പ്രസാദിക്കണം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് അപേക്ഷിച്ചുകൊണ്ടാണ്
എല്ലാവരും ഗൗതമൻ്റെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കുന്നത്. കൃപാദ്രനേത്രോ മുനിരാഹ നസ്യാൻ മൃഷാവചോ മേ നരകേ വസേത ജായേത വിഷ്ണുഭുവി കൃഷ്ണനാമ വന്ദേ തതം ശാപവിമോചനാർത്ഥം. ഇവരെയൊക്കെ ശപിക്കേണ്ടി വന്നതിൽ ഗൗതമ മഹർഷിക്കും പശ്ചാത്താപം തോന്നുകയാണ്. ആ ഗൗതമനെ നിന്ദിച്ചതിൽ ബ്രാഹ്മണർക്കും വേദന തോന്നി, അവരും പശ്ചാത്തപിക്കുന്നു. ഇരു കൂട്ടരും പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് ഗൗതമൻ പറയുകയാണ്, ഞാൻ കോപത്തോടു കൂടിയിട്ടാണ് പറഞ്ഞത്, എന്നാലും ആ ശാപവാക്ക് ഭരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ കുറച്ചു കാലം നരകയാതന അനുഭവിക്കേണ്ടി വരും. ദ്വാപരയുഗാവസാനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണാവതാരം സ്വീകരിക്കും. ഭൂഭാരം തീർക്കുവാൻ വേണ്ടിയിട്ട് ആ അവതാരം എടുക്കുന്ന ആ ശ്രീകൃഷ്ണനെ ചെന്ന് വന്ദിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ശാപത്തിൽ നിന്ന് മുക്തരായിത്തീരും. അങ്ങനെ അവരെ ആശ്വസിപ്പിക്കുകയാണ് ഗൗതമൻ ചെയ്തത്. സ്വപാപമുക്ത്യർത്ഥമനന്തശക്തിം ദേവീം സദാ ധ്യായത ഭക്തിപൂത സർവത്ര ഭൂയാച്ഛുഭമിത്യുദീര്യ ഗായത്രി ദധ്യൗ ഭവതിം മഹർഷി. ഇപ്പം ശ്രീകൃഷ്ണനെ വന്ദിക്കണം, അതോടൊപ്പം തന്നെ ആ ശക്തിസ്വരൂപിണിയായിട്ടുള്ള ദേവിയെ കൂടി ഭജിക്കണം. ഇവിടെ എല്ലാം സംഭവിക്കുന്നത് ആ ശക്തിയുടെ ഇച്ഛ കൊണ്ടാണ്. എല്ലാവർക്കും ഐശ്വര്യമുണ്ടാവട്ടെ, മംഗളം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും ആ ഗൗതമൻ തൻ്റെ ഗായത്രി ഭജനം തുടരുകയാണ്. ഇതിനെ വിസ്തരിക്കുന്ന സമയത്ത് ദേവി ഭാഗവതത്തിൽ കാണാം, ഈ ശാപഗ്രസ്തരായി തീർന്ന മുനിമാർക്ക്, ബ്രാഹ്മണർക്ക് ഗൗതമ മഹർഷി അനുഗ്രഹം നൽകുമ്പോൾ പറയുന്നത്, നിങ്ങൾ കലികാലത്തിൽ ഗായത്രി വിമുഖന്മാരായി തീരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാവുന്നത്. ഈ ശാപത്തിൽ നിന്ന് നിങ്ങൾക്ക് കരകയറുവാൻ ഏറ്റവും നല്ല ഒരു ഉപായം ഗായത്രി ഉപാസന ചെയ്യുക എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ ഇന്ന് കലിയുഗത്തിൽ നമ്മൾ ഇപ്പോഴും കണ്ടുവരുന്ന ഒരു സംഗതിയാണ് ഈ ഗായത്രി ഉപാസന നിത്യവും ചെയ്തിരിക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ള ബ്രാഹ്മണർ, പ്രത്യേകിച്ചും ഈ ദേവകാര്യങ്ങൾ, പൂജാകാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ, അത് ചെയ്യുന്നവർ, ആ പ്രവൃത്തി ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഗായത്രി ഉപാസന മുടക്കാൻ പാടില്ലാത്തവരാണ്. ആ പൂജ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം അതേവർക്കും ലഭിക്കണമെങ്കിൽ ചെയ്യുന്ന പൂജകൻ ഗായത്രി ഉപാസന ഉള്ള ആളായിരിക്കുക. എന്നാൽ അത് ഉണ്ടാവില്ല. ഇന്ന് അധികം പേർക്കും അതിൽ താല്പര്യമുണ്ടാവില്ല, ഗായത്രി ഉപാസനയിൽ ശ്രദ്ധ ഉണ്ടാവില്ല. അതിന്ന് ആ ഒരു ഗൗതമശാപം എന്ന പോലെ തോന്നും. ദേവി ഭാഗവതത്തിൽ ഈ പറഞ്ഞത് വെറുമൊരു കഥയല്ല, ശരിക്കും ആ ശാപം വന്നു ചേർന്നിട്ടുണ്ട് എന്ന് തന്നെ തോന്നും. ഇന്നും ഈ ബ്രാഹ്മണർക്കിടയിൽ അവർക്ക് വന്നു ചേർന്നിട്ടുള്ള ഈ ഗായത്രി മന്ത്രത്തിനോടുള്ള വിമുഖത കണ്ടു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ഗായത്രി ഉപാസന ചെയ്യൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ശാപത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയും, കലികാല ക്ലേശങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും. മന്ത്രങ്ങളുടെ മാതാവാണ് ഗായത്രി എന്നെല്ലാം പറയുന്നതായിട്ട് നമുക്ക് ദേവി ഭാഗവതത്തിൽ കാണാൻ കഴിയും. മുഞ്ചാനിമ വാക്ഷരമന്യചിത്തേ കൃതഘ്നതാമാസ്തു മമാന്തരംഗേ നിന്ദാനിമ സജ്ജനമേഷഭീതോ ഭവാനി
പാപാത് വരദേ നമസ്തേ. അപ്പോൾ ഇവിടെ ഈ കഥ കൊണ്ട് നമ്മൾ എന്ത് കണ്ടു? ആപൽഘട്ടത്തിൽ സഹായിച്ചതായിട്ടുള്ള ആ ഗൗതമനോട് ആ ബ്രാഹ്മണർക്ക് കൃതജ്ഞതയാണ് ഉണ്ടാവേണ്ടിയിരുന്നത്. എന്നാൽ അതല്ല ഉണ്ടായത്, കൃതജ്ഞതയാണ് അവർക്കുണ്ടായത്. ആ ഗൗതമ മഹർഷിയെ അവർ നിന്ദിച്ചു. ഇതൊക്കെ ബ്രാഹ്മണർക്ക് വന്നു ചേർന്നൊരു അബദ്ധമാണ്. ഗൗതമനും അതേപോലെ അബദ്ധവശാൽ ആ ബ്രാഹ്മണരെ ശപിച്ചു. തപശക്തി നേടുക എന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ നേടിയ തപോബലത്തിനെ കാമക്രോധങ്ങളിലൂടെ നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളത് എളുപ്പം സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ഗൗതമ മഹർഷിക്കോ മറ്റ് മഹർഷിമാർക്കോ മറ്റ് ബ്രാഹ്മണർക്കോ സംഭവിച്ചതുപോലെയുള്ള ഒരു അബദ്ധം എനിക്ക് പറ്റരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സ്തോത്രകാരൻ ദേവിയുടെ മുന്നിൽ പ്രണമിച്ചുകൊണ്ടാണ് 34-ാം ദശകം ആ ഗൗതമ വൃത്താന്തത്തെ ഇവിടെ സമർപ്പിക്കുന്നത്. ശ്രീ മഹാദേവി നമഃ.